വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു കാര്യം കൂടി ഊന്നി പറഞ്ഞു. ഒന്നും മറക്കില്ലെന്ന്. ഇടത് ഭരണകാലത്ത് നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് മറുപടി നൽകാൻ യു.ഡി.എഫ് സർക്കാർ മറന്നില്ല. കഴിഞ്ഞ 100 ദിവസത്തിനിടയിൽ അണികളെ ആവേശം കൊള്ളിക്കുന്ന അന്വേഷണ പ്രഖ്യാപനങ്ങൾ ചിലത് രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുകയും ചെയ്തു. ശബരിമലയിലും ശക്തമായ ഇടപെടലുകളെല്ലാം നടത്തി. മുഖ്യമന്ത്രി ആരോപണ സ്ഥാനത്തുള്ള പുനർജനി കേസ് എഴുതിത്തള്ളാനും സർക്കാർ മറന്നില്ല. മെസ്സി വിവാദം അന്വേഷണം കാത്തിരിക്കുകയാണ്. ഒന്നും മറക്കാൻ പറ്റില്ല. നമ്മളതിന്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനമെന്ന ഗൺമാന്മാരുടെ ലാത്തിച്ചാർജ്, രാഷ്ട്രീയ പ്രതികാരമെന്ന് തോന്നാത്ത വിധമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അന്വേഷണം പ്രഖ്യാപിച്ചത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. പുനരന്വേഷണം നടത്തണം. അപ്പൊ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. പ്രത്യേക സംഘത്തിന്റെ ആലപ്പുഴ അന്വേഷണം സർക്കാരിന് ഒരൽപ്പം പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ADGP MR അജിത് കുമാർ ഇടപെട്ടാണ് രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതെന്ന വിവരം അന്വേഷണത്തിൽ പുറത്തുവന്നു. അജിത് കുമാറിനെതിരായ നടപടി വൈകിയത് സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് കാരണമായി. ഒടുവിൽ സ്ഥാനക്കയറ്റത്തിന്റെ പടിവാതിലിൽ വെച്ച് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. സീനിയോറിറ്റിയിൽ തൊട്ടടുത്ത സ്ഥാനക്കാരനായ S. ശ്രീജിത്തിന് DGP-യായി റാങ്ക് കയറ്റവും ലഭിച്ചു. സർക്കാർ നടപടി ചോദ്യം ചെയ്ത് അജിത് കുമാർ കോടതിയിലുമെത്തി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുൻ മന്ത്രി വീണ ജോർജിനെതിരായി നടത്തിയ പ്രതിഷേധവും വിവാദവും ഈ സർക്കാർ മറന്നില്ല. അതിലും പ്രഖ്യാപിച്ചു പുനരന്വേഷണം. SIT-യും രൂപീകരിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി വിമാനത്തിൽ നടന്ന പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് പുനരന്വേഷിക്കാനും തീരുമാനിച്ചു. EP ജയരാജൻ അടക്കമുള്ളവർക്കെതിരെയായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയത്. പക്ഷേ ആ പരാതി അന്നത്തെ സർക്കാർ എഴുതിത്തള്ളിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അംഗം അജിത് കുമാറിനെയും അറസ്റ്റ് ചെയ്തത് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. നെയ്ക്രമക്കേടിൽ ഇരുവരും വിജിലൻസ് കേസിൽ പ്രതികളുമായതും ഈ സർക്കാരിന്റെ കാലത്താണ്. LDF ഭരണകാലത്ത് എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്നത്? അമ്പലം വിഴുങ്ങികളായിരുന്നില്ല ഇവര്. സ്വർണ്ണം അടിച്ചു മാറ്റി, കട്ടള അടിച്ചു മാറ്റി, ദ്വാരപാലക ചിലപ്പോൾ അടിച്ചു മാറ്റി, അവസാനത്തെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. ഇനി എന്തെല്ലാം വരായിരിക്കും. ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നുകൂടി വി.ഡി. സതീശൻ സർക്കാർ മറന്നില്ല: പുനർജനി. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2-ാം മാസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആ പ്രഖ്യാപനം നടത്തി. വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകി. അതിനകത്ത് ഒരു തരത്തിലുള്ള വി.ഡി. സതീശന്റെ ഇൻവോൾവ്മെന്റ് അന്നുമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് ഭരണം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയല്ല, അടിസ്ഥാനരഹിതമായ കാര്യമാണ്. പക്ഷേ പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ ആയുധമാക്കി.